അതെ. പക്ഷേ ഇപ്പോൾ ദിലീപ് കുറ്റവിമുക്തൻ എന്ന് പറഞ്ഞുള്ള വിധി വന്നതിന് ശേഷം മറ്റു പല സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്നെയും പൾസർ സുനിക്ക് പിന്നിലുള്ളത് ഒരു സ്ത്രീയാണ് എന്നുള്ള വാർത്തകൾ വരെ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറം അതിജീവിതയുടെ കൂടെ ചേർന്ന് നിന്ന് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത മാധ്യമങ്ങൾക്ക് മുൻപിലും അല്ലെങ്കിൽ പോലീസിന് മുൻപിലും ആദ്യം എത്തിക്കാൻ മുൻപിൽ നിന്ന് ലാലിനെ പോലും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ഒരു രീതിയിലേക്ക് പല മാധ്യമങ്ങളുടെയും വാർത്താ രീതികൾ മാറുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ മാധ്യമങ്ങൾ അവരുടെ ഇഷ്ടത്തിന് ഇത്തരത്തിൽ പ്രതികളെ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു രീതി ഇനി ഭാവിയിൽ ഈ പറയുന്ന ലാല് കുറ്റക്കാരനാണ് അല്ലെങ്കിൽ ആകാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇതിന്റെ യഥാർത്ഥ വശം എന്താണ്? ലാല് ഇതില് PW5 ആണ്. ഏതെങ്കിലും രീതിയിൽ ഇനി ലാലിനെ ഇതിൽ കുറ്റക്കാരനാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും പറ്റില്ല. ലാലിനെയും ലാലിന്റെ വീടിനെയും ലാലിന്റെ ഭാര്യയെയും ലാലിന്റെ മകനെയും അവിടെ എത്തിയിട്ടുള്ള PT തോമസിനെയും ആൻഡോ ജോസഫിനെയും രഞ്ജി പണിക്കർ അവിടെ എത്തിയിട്ടില്ല, പക്ഷെ വളരെ വലിയ കമ്മ്യൂണിക്കേഷൻ അതിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ആദ്യം ആൻഡോ ജോസഫ് വിളിക്കുന്നത് രഞ്ജി ആണ്. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ട്. അപ്പം ഇത്രയും ആളുകൾ ഇതിലെ പ്രൈം വിറ്റ്നസുകളാണ്. അതായത് PW1 പിന്നെ ഈ പറയുന്ന അതിജീവിതയും PW2 അതിജീവിതയുടെ ഭർത്താവും പിന്നീട് മൂന്നും നാലും അഞ്ചും ഒക്കെ ആയി വരുന്നത് ലാലിന്റെ ഭാര്യ, ലാലിന്റെ മകൻ, ഈ വീടാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ക്രൂഷ്യൽ ആയിട്ടുള്ളത് വീട്ടിൽ വെച്ചാണെന്ന് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് FIS പോലീസ് രേഖപ്പെടുത്തുന്നത്. അതാണ് ഈ കേസിന്റെ ആധാരം എന്ന് പറയുന്നത്. അവിടെ വെച്ചാണ് ആദ്യത്തെ പ്രതി മാർട്ടിൻ അറസ്റ്റിലാവുന്നത്, മാർട്ടിനെ കൊണ്ടുപോകുന്നത്. മാർട്ടിൻ അവിടെ വന്നതിന് ശേഷം അവിടെ വെച്ചാണ് ലാലിന്റെ വീട്ടിലെ WCയിൽ യൂറോപ്യൻ ക്ലോസറ്റിലാണ് അദ്ദേഹം സിമ്മൂരി ഫ്ലഷ് ചെയ്തത് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത്. അവിടുന്ന് നടന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് റോട്ടിൽ വെച്ച് ലാലിന്റെ ഡ്രൈവറാണ് തിരികെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പം ആ തരത്തിലുള്ള റൂമേഴ്സ് ഒക്കെ ഇതുമായി ഏതെങ്കിലും തരത്തിലൊരു ബന്ധം ഉള്ള ആളുകൾ, ഏതെങ്കിലും തരത്തിലുമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുകളുള്ള ഒരാൾ പറയുന്നതല്ല. അത് നമുക്ക് എന്താണ് കീപ്പ് അപ്പാർട്ട് എന്നുള്ള മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം അത് ഒരു തരത്തിലും ചർച്ച പോലും ആകാൻ ഉള്ള ഒരു റിലവൻസ് ഇല്ലാത്ത കാര്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആ ചോദ്യത്തിലെ ഒരു വസ്തുത ഒരു മേഘം ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഈ വിധിയുടെ ആദ്യ ഭാഗങ്ങളിൽ പറയുന്നത്. വാട്ട് ഈസ് എക്സാക്ട്ലി ദ പ്രോസിക്യൂഷൻ കേസ്? എന്താണ് പ്രോസിക്യൂഷന്റെ കേസ്? പ്രോസിക്യൂഷൻ കേസ് ഇസ് ദാറ്റ് ഈ പറയുന്ന ഹണീബി എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊമോഷൻ സോങ്ങിന്റെ ഭാഗമായിട്ട് ഈ സ്റ്റുഡിയോയിലേക്ക് പോകേണ്ടി വരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പൾസറുമായി ബന്ധപ്പെടുന്നു. പൾസർ ആയിരുന്നു ഗോവയിൽ ഇവരുടെ ഡ്രൈവർ. അതുമായി ബന്ധപ്പെട്ടിട്ട് പൾസറിനെ ബന്ധപ്പെട്ടപ്പോൾ പൾസറിന് മറ്റ് അസൗകര്യങ്ങളുള്ളതുകൊണ്ട് മറ്റൊരാളെ, അദ്ദേഹം ഈ മാർട്ടിൻ എന്ന് പറയുന്ന രണ്ടാം പ്രതി സിനി ആർട്ടിസ്റ്റുകളുടെ ഡ്രൈവേഴ്സ് യൂണിയന്റെ അംഗം പോലുമല്ല. അപ്പം പക്ഷേ പലപ്പോഴായിട്ട് ലാലിന്റെ ഇവരുടെയൊക്കെ ഡ്രൈവറായിട്ട് പോവാറുണ്ടായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ മാറി പോവാറുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം 4 മണിക്ക് ഇത് മാർട്ടിനെ അസൈൻ ചെയ്യുന്നു. മാർട്ടിൻ ഈ പെൺകുട്ടിയെ കൂട്ടി അങ്കമാലിയിലേക്ക് ഈ പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു. ഇത് ഈ പോകുന്ന വഴിയിൽ മെല്ലെ വാഹനം ഓടിക്കുന്നു, ഒരു കൈ കൊണ്ട് വാഹനം ഓടിക്കുന്നു. അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ അതിജീവിത എന്താണ് ഇങ്ങനെ ഓടിക്കുന്നത് എന്ന് പറയുന്നു. പക്ഷെ മെല്ലെ ഓടിക്കുന്നതാണല്ലോ, വളരെ കംഫർട്ടബിൾ ആണല്ലോ എന്ന് അവർ ചിന്തിക്കുന്നു. അതിനുശേഷം പോകുന്നു, ഫേക്ക് ആക്സിഡന്റ് ഉണ്ടാക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ടെമ്പോ ട്രാവലർ, മോഡിഫൈ ചെയ്ത ടെമ്പോ ട്രാവലർ വരുന്നു. അതിൽ നിന്ന് ഇറങ്ങിയ ആളുകൾ വരുന്നു. 2 സൈഡിലൂടെയും 2 പ്രതികൾ കയറുന്നു, ഫലമായി കയ്യിൽ പിടിക്കുന്നു, വായ മൂടിക്കെട്ടുന്നു. ഇത് കഴിഞ്ഞ് മാർട്ടിൻ ടെമ്പോ ട്രാവലർ എടുക്കുന്നു. മറ്റൊരാൾ ഇത് ഈ പറയുന്ന XUV ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നു. അങ്ങനെ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയി വെണ്ണലയിൽ നിർത്തുന്നു. വെണ്ണലയിൽ നിർത്തിയ ശേഷം വീണ്ടും ടെമ്പോ ട്രാവലർ പുറകെ വരുന്നു. തന്നെ വേഗം വീട്ടിലാക്കണമെന്ന് പറയുന്നു. ഇതിനൊക്കെ ശേഷം സുനി ഡ്രൈവർ സീറ്റിലേക്ക് ഒരു ടവലും കെട്ടിക്കൊണ്ട് കയറിയതിന് ശേഷം ഇത് ആരാണെന്നുള്ളത് മിററിൽ നോക്കിയിട്ടും അതിജീവിതയ്ക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ മാർട്ടിൻ യഥാർത്ഥ പേരാണ് അതിജീവിതയോട് പറഞ്ഞത്. കാരണം മാർട്ടിൻ നേരത്തെ ഇവർക്കെല്ലാം അറിയുന്ന ഒരാളാണ്, നോൺ പേഴ്സൺ ആണ് ഈ മാർട്ടിൻ. പക്ഷേ പൾസർ സുനി കയറിയിട്ട് അനിൽ എന്നാണ് പേര് പറഞ്ഞത്. അപ്പോഴും മനസ്സിലായില്ല. പിന്നീടാണ് ഈ മുഖത്തിലെ ടവൽ മാറ്റിക്കൊണ്ട് കാണുമ്പോഴാണ് ഇത് ഇന്നയാളാണെന്ന് അതിജീവിതം മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നീട് വാഹനം മറ്റൊരാളെ ഏൽപ്പിച്ചുകൊണ്ട് സുനി ബാക്കിൽ കയറുന്നു. അവിടെ വെച്ച് വളരെ ബ്രൂട്ടലായിട്ട് കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ഈ പെൺകുട്ടിയെ അസോൾട്ട് ചെയ്യുന്നു. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഓറൽ സെക്സിന് വിധേയമാക്കുക എന്ന് കൃത്യമായിട്ട് അവരുടെ മൊഴികളിലുണ്ട്. വലിയ ബ്രൂട്ടൽ മാനറിൽ പിന്നെ ഈ രീതിയിൽ ചെയ്തു. അതിന് ചെയ്യുന്നതിന് മുമ്പായിട്ട് സുനി പറയുന്നുണ്ട്,
ഇതുമായി സഹകരിക്കണം, താങ്കളുടെ നഗ്ന ദൃശ്യം എനിക്ക് വേണം. ഇങ്ങനെ ഒരു നഗ്ന ദൃശ്യം എനിക്ക് പകർത്താനുള്ള അവസരം തന്നില്ല എങ്കിൽ ഒരു ഫ്ലാറ്റിന്റെ പേര് സുനി പറയുന്നുണ്ട്, അവിടെ പോകേണ്ടി വരും. അവിടെ 5-6 ആളുകൾ കാത്തു നിൽപ്പുണ്ട്, അവർ നിങ്ങളെ റേപ്പ് ചെയ്യും എന്നുള്ള ഒരു ഭീഷണിയാണ് സുനി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തിനാണ് ഇത് ചെയ്തത് എന്നുള്ള ഒരു ചോദ്യം ഈ പെൺകുട്ടി ചോദിക്കും. അപ്പോഴേക്കും സ്നാച്ച് ചെയ്ത് ഇവരുടെ മൊബൈലൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മൊഴി എല്ലാ പ്രോസിക്യൂഷന്റെ അത്തരം മുഴുവൻ വാദങ്ങളും കോടതി ശരിവെക്കുന്നുമുണ്ട്. ആ ഘട്ടത്തിൽ ഇത് ഒരു കൊട്ടേഷനാണ്, ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു കൊട്ടേഷനാണ്. കൊട്ടേഷൻ തന്നിട്ടുള്ളത് ആരാണെന്നുള്ള ഇരയുടെ അതിജീവിതയുടെ ചോദ്യത്തിന് ഒരു മാഡമാണ്, ആ മാഡമാണ് കൊട്ടേഷൻ തന്നിട്ടുള്ളത്. ആ മാഡം നാളെ രാവിലെ നിങ്ങളെ രാവിലെ 10 മണിക്ക്, നിങ്ങൾ 10 ആണോ 4 മണിയാണോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, നിങ്ങളെ വിളിക്കും. ആ മാഡം നാളെ രാവിലെ നിങ്ങളെ വിളിക്കും, നിങ്ങൾ സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാത്ത ഒരു ഘട്ടത്തിലേക്കാണ് ആ പെൺകുട്ടിയെ പിൻ സീറ്റിൽ, എക്സ്യുവിയുടെ പിൻ സീറ്റിൽ പിടിച്ച് ഇരുത്തിക്കൊണ്ട് വളരെ ബ്രൂട്ടലായിക്കൊണ്ട് ഇദ്ദേഹം ഈ ഒരു സെക്ഷൽ അസോൾട്ട്, റേപ്പ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ മൊഴി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ സയന്റിഫിക് തെളിവുകളും ഈ പറഞ്ഞ പോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബ് റിപ്പോർട്ടിന് സാധിച്ചിട്ടുണ്ട്. അത് ശരിവെക്കുന്ന മൊഴികളാണ് ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ലബോറട്ടറി അല്ലെങ്കിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയ FSLന്റെ മുഴുവൻ ആളുകളെയും നമ്മൾ വിസ്തരിച്ചിട്ടുണ്ട്, ക്രോസ് എക്സാമിൻ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ആ മൊഴികൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെൺകുട്ടിയുടെ നഖത്തിന്റെ ഒരു കഷ്ണവും തുടങ്ങി മുഴുവൻ ഒരു രോമം വരെ കളക്ട് ചെയ്തുകൊണ്ടുള്ള അന്വേഷണമായിരുന്നത്. മുഴുവൻ ഏകദേശം 12-15 ആർട്ടിക്കിൾസ് ഇതുപോലെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് ഈ ഫോറൻസിക് ലാബിലേക്ക് പോകുന്ന ഘട്ടമുണ്ടായി. മുഴുവൻ കാര്യങ്ങളും ഏതൊക്കെ ഏരിയയിലാണോ DNA മാച്ചിങ് ഉണ്ടാവേണ്ടത് അതെല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പരിപൂർണമായി ആരും ഇങ്ങനെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല, മാട്ടിന്റെ ഡ്രസ്സുകൾ ഇതല്ല എന്ന് പറഞ്ഞിട്ടില്ല. സാക്ഷിമൊഴികളൊക്കെ സമ്പൂർണ്ണ സാക്ഷിമൊഴികളാണ്. അവിടെ എനിക്കൊന്ന് 3 ഭാഗത്ത് മാത്രമാണ് ചെറിയ ഒരു വ്യത്യാസം, ഒരു ആർഗ്യുമെന്റ് പോലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊട്ടേഷനും റേപ്പുമായി ബന്ധപ്പെട്ടിട്ട് നടന്നിട്ടുള്ളത്. അത് 8ാം പ്രതിയുടെ അഭിഭാഷകനും 1ാം പ്രതിയുടെ പൾസർ സുനിയുടെ അഭിഭാഷകനുമാണ്. അത് 2 ഏരിയകളിലാണ്. ഒന്ന്, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ FSLലേക്ക് അയച്ചത് കൃത്യമായിട്ടുള്ള നടപടികൾ പാലിച്ചുകൊണ്ടല്ല എന്നുള്ള ഒരു ആരോപണം. അതൊരു റിലവൻസും ഇതിലില്ല എന്ന് കോടതി കണ്ടെത്തുന്ന ഒരു സാഹചര്യം വന്നു. 2, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ളത്. ആ ഗൂഢാലോചന നടന്നതിന്റെ മുഴുവൻ തെളിവുകളും CDR ഉൾപ്പെടെ ഈ പറയുന്ന കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. 34 പ്രാവശ്യം മാർട്ടിൻ പൾസർ സുനിയുമായി കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. 13 പ്രാവശ്യം ഫോൺ വിളിച്ചിട്ടും മറ്റും ബാക്കിയുള്ളത് മെസ്സേജുകളായിട്ട്. അപ്പൊ ഇതിലെ കോൺസ്പിറസി തെളിയിക്കാൻ വേണ്ടിയിട്ട് എല്ലാ എവിഡൻസിനെയും ഒരു ചെയിൻ ഓഫ് എവിഡൻസ് ആക്കി അതിനെ കൊറാബറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കോടതിയെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് 2019 ബോധിപ്പിക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്റെ പോയിന്റ്. ഇവിടെ ദിലീപിനെ പ്രതിയാക്കാൻ, വേട്ടയാടാൻ, ഇല്ലായ്മ ചെയ്യാൻ, അയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളതാണ്. ഒരുപാട് പ്ലാന്റഡ് വിറ്റ്നസ്സുകളെ ഉണ്ടാക്കി അവരെ ഈ മൊഴിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷെ അവർ ഒരിക്കലും കരുതിയില്ല ചീട്ട് കൊട്ടാരം പോലെ ഇത് തകർന്നു വീഴും എന്നുള്ളത്. കാരണം അത് ബാക്കി ഭാഗങ്ങളിലേക്ക് നിങ്ങൾ ഓരോ പ്രൈം വിറ്റ്നസ്സുകളുടെയും 34 PW34 മഞ്ജു വാര്യർ, PW36 റീമി ടോമി, CW 15 സംയുക്ത വർമ്മ, PW35 ഗീതു മോഹൻദാസ്, അതുപോലെ തന്നെ 179 കാവ്യ മാധവൻ, അങ്ങനെ തുടങ്ങി ഭാമ 51 ഭാമ, ഇങ്ങനെ തുടങ്ങി മുഴുവൻ ആളുകളുടെയും മൊഴികൾ എടുത്ത് പഠിച്ച് 10, 20, 30 പേജുകളിലാണ് ഈ വിധിന്യായത്തിലുള്ളത്. എവിടെയാണ് കോൺട്രാഡിക്ഷൻസ് ഉള്ളത്? എവിടെയാണ് ഇവർ കാര്യങ്ങൾ കൺസീൽ ചെയ്യുന്നത്? ഇവർ സപ്രസ് ചെയ്യുന്നത്? എവിടെയാണ് ഇവർ നുണ പറയുന്നത്? വിചിത്രമായ നുണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, വിചിത്രമായിട്ടുള്ള നുണകൾ. അതായത് 2012 മുതലുള്ള കാര്യങ്ങളിലൊക്കെ നുണ പറഞ്ഞിട്ടുണ്ട്. മഞ്ജു വാര്യരുടെ മൊഴികളിൽ ഭൂരിപക്ഷവും കള്ളമൊഴികളാണ് എന്നുള്ളതാണ് തെളിഞ്ഞിരിക്കുന്നത്. അവർക്ക് ഒരു പരാതി പോലീസ് ചോദിച്ചപ്പോൾ ഇല്ലായിരുന്നു. മറ്റെല്ലാ പരാതികളും കോടതിയിലെത്തിയപ്പോഴാണ് ഉണ്ടായത്. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ അവരെന്ത് ചെയ്തു? വിലക്കെടുത്തു എന്നുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ മഞ്ജു വാര്യറിന്റെ കാര്യത്തിൽ ഇപ്പോൾ പറഞ്ഞു, പോലീസ് ചോദിച്ചപ്പോൾ പരാതിയൊന്നുമില്ലായിരുന്നു പ്രോസിക്യൂഷന്റെ ഭാഗത്ത്, അല്ലെങ്കിൽ കോടതിയിൽ എത്തിയപ്പോഴാണ് ഈ ഒരു പരാതികൾ വന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ 28ഓളം സാക്ഷികൾ ഇത്തരത്തിൽ പോലീസിന് മുൻപിൽ ദിലീപിനെതിരെ പരാതി പറയുന്നതും ദിലീപിനെതിരെ സാക്ഷിമൊഴി പറയുന്നതും അതിനുശേഷം കോടതിയിൽ എത്തുമ്പോൾ മാറ്റി പറയുന്നതും നമ്മൾ കണ്ടിരുന്നു. അതിൽ ഈ പറയുന്ന ഭാമ അല്ലെങ്കിൽ സിദ്ദീഖ് അല്ലെങ്കിൽ ബിന്ദു പണിക്കർ, ഇങ്ങനെ ഒരുപാട് താരങ്ങളുടെയും അതിനപ്പുറം ദിലീപുമായി ചേർന്ന് നിൽക്കുന്ന ഒരുപാട് ആളുകളുടെ പേരുകളുണ്ടായിരുന്നു.
അപ്പോൾ അത് കോടതിയിലേക്ക് എത്തുമ്പോൾ ഈ പറയുന്ന സാക്ഷിമൊഴികൾ മാറ്റി പറഞ്ഞതാണ്, അല്ലെങ്കിൽ ദിലീപ് ഇവരെ സ്വാധീനിച്ചതാണ്, ഇതൊക്കെയാണ് ഗൂഢാലോചനയുണ്ട് എന്ന് ഈ ഒരു വിധിയിലേക്ക്, അല്ലെങ്കിൽ പൊതുജനങ്ങൾ പോലും വിശ്വസിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അപ്പോൾ മഞ്ജു വാര്യർ പറഞ്ഞത് തെറ്റാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 28 സാക്ഷികൾ മാറ്റി പറഞ്ഞതും തെറ്റ് തന്നെയല്ലേ? അവിടെയാണ് അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അവിടെ കിടന്ന് കറങ്ങുന്ന ഒരു വലിയ മീഡിയ ഉണ്ട്, ഒരു വലിയ പൊതുബോധമുണ്ട്. അതായത് ദിലീപ് സാക്ഷികളെ സ്വാധീനിച്ചിട്ടുണ്ടോ, കൂറുമാറാൻ വേണ്ടി സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് കൂറുമാറൽ എന്താണെന്നുള്ളത് നിങ്ങളോട് പറയാം. അതായത് ഒരാൾ ഹോസ്റ്റൽ ആവുക എന്ന് പറയുന്നത് CRPC 161 പ്രകാരം പോലീസിന് കൊടുക്കുന്ന മൊഴിയിൽ നിന്ന്, ആദ്യം പോലീസ് എടുക്കുന്ന മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായി കോടതിയിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് കോടതി ആ സാക്ഷിയെ ഹോസ്റ്റൈലായിട്ട് അല്ലെങ്കിൽ കൂറുമാറിയതായി പ്രഖ്യാപിക്കുന്നത്. കാരണം പോലീസ് എഴുതിക്കൊണ്ടുവന്ന് ഇവരുടെ ഒപ്പാണെന്ന് പറഞ്ഞിട്ട് കോടതിയിൽ കാണിക്കുന്ന മൊഴി അവിടെ ചോദിക്കുമ്പോൾ, ചീഫ് എക്സാമിനേഷന്റെ സമയത്തോ ക്രോസ് എക്സാമിനേഷന്റെ സമയത്തോ ഒക്കെ ചോദിക്കുമ്പോൾ അവർ അതിൽ നിന്ന് മാറ്റി പറയുകയാണ്, ഘടകവിരുദ്ധമായി പറയുകയാണെങ്കിൽ അവർ ഹോസ്റ്റലായിട്ട് ആയതായി പ്രഖ്യാപിക്കും. അപ്പോഴും അത് ഏതെങ്കിലും ഒരു പ്രതിയുടെ സ്വാധീനത്താലാണെന്ന് പ്രോസിക്യൂഷൻ തെളിയിക്കാൻ വേണ്ടി പറ്റിക്കഴിഞ്ഞാൽ ഹി വിൽ ബി ബുക്ക്ഡ്. അവർക്കെതിരെ കേസെടുക്കും, ക്രിമിനൽ കേസെടുക്കും, ജാമ്യമാണെങ്കിൽ ജാമ്യം റദ്ദാക്കും. അപ്പം 2020 21 എന്ന് എനിക്ക് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല, 12/99/2020 എനിക്ക് തോന്നുന്നു, ഒരു ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ ക്രിമിനൽ MP ബഹുമാനപ്പെട്ട വിചാരണ കോടതിയിൽ വന്നു. എന്താണ് അവരുടെ ആവശ്യം? അതിലെ ആവശ്യം സാക്ഷികളെ ദിലീപ് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം വെറുതെ അങ്ങനെ പറഞ്ഞാൽ പോരല്ലോ സാക്ഷികളെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അവരതിന് ഉപോത്ഫലകമായി പാലക്കാടും കാസർഗോഡും പീച്ചി പോലീസ് സ്റ്റേഷനിലും ബേക്കൽ പോലീസ് സ്റ്റേഷനിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 FIR-കൾ, അതിൽ ഒരാൾ എനിക്ക് തോന്നുന്നു വൺ മിസ്റ്റർ വിപിൻ പീച്ചിയിൽ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്റെ ഫോണിലേക്ക് അനോണിമസ് കോൾ വന്നു, ദിലീപ് മുഖാന്തരം സ്വാധീനിക്കാനുള്ള തെളിവുകളുണ്ട്, എന്റെ ഫോണിലേക്ക് വന്ന കോള് ഉണ്ട് എന്ന് പറഞ്ഞു. 9 മാസത്തിന് ശേഷമാണ് അദ്ദേഹം കേസ് കൊടുക്കുന്നത് കൂടെ നിങ്ങൾ ആലോചിക്കണം. ഈ 9 മാസത്തിന് ശേഷം കേസ് കൊടുത്തതിന് ശേഷം ഈ കേസ് അന്വേഷണത്തിൽ പോയപ്പോൾ ഫോൺ ഹാജരാക്കാനോ വരാനോ അയാൾ തയ്യാറായില്ല. ശേഷം പ്രോസിക്യൂഷൻ വീണ്ടും ഒരു ഡ്രാമ നടത്തി. രാമൻപിള്ള സാർ സീനിയർ ഡെസിഗ്നേറ്റഡ് അഭിഭാഷകനാണ്, ദിലീപിന്റെ അഭിഭാഷകനാണ്. അദ്ദേഹം പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്, നാസർ എന്ന് പറഞ്ഞ ഒരാൾ വിളിച്ചു. അതുകൊണ്ട് ദിലീപിന്റെ അഭിഭാഷകനാണല്ലോ, സ്വാഭാവികമായിട്ടും ദിലീപ് അഭിഭാഷകനിലൂടെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. കോടതിയിൽ പറയണം രാമൻപിള്ള സാറ് സ്വാധീനിക്കാൻ ശ്രമിച്ചു, ഫോണിലേക്ക് നാസർ എന്ന് പറഞ്ഞ ആൾ വിളിച്ചു എന്നുള്ളതാണ് ആരോപണം. ബേക്കൽ പോലീസ് സ്റ്റേഷനിലും FIR രജിസ്റ്റർ ചെയ്തു. ഈ 2 FIR-ന്റെ പിൻബലത്തിലാണ് ഈ ക്രിമിനൽ MP ഇവർ ഫയൽ ചെയ്തിട്ടുള്ളത്, ഈ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണം, കൂറുമാറാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത്. എന്താ ഈ മുഴുവൻ വാദങ്ങളും ഈ FIR-കളും ഒക്കെ പരിശോധിച്ച്, സാക്ഷിമൊഴികളൊക്കെ പരിശോധിച്ച് കോടതി എന്താ പറഞ്ഞത്? പ്രോസിക്യൂഷൻ miserably failed to establish accused number 8 directly or indirectly influenced any witness or tampered any evidence എന്ന് പറഞ്ഞു. ഒരു വിറ്റ്നസിനെ സ്വാധീനിക്കാനും ഒരു സാക്ഷിയെ സ്വാധീനിക്കാനും ഒരു എവിഡൻസ് ടാമ്പർ ചെയ്യാനും നശിപ്പിക്കാനും ദിലീപ് കൂട്ടുനിന്നതായി തെളിയിക്കാനോ അങ്ങനെ രേഖയോ ഉണ്ടായിട്ടില്ല. 2 FIR വന്നിട്ടുള്ളത് ഫേക്ക് വ്യാജ FIR-കളാണെന്ന് കണ്ട് ആ കേസ് തള്ളി. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി, ഒരു മാറ്റവുമില്ല. സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചതായോ അങ്ങനെ സാക്ഷികളെ സ്വാധീനിച്ചതായോ ഒരു തെളിവുമില്ല. സുപ്രീം കോടതി വരെ പോയി, എന്താ സംഭവിച്ചത്? ഒരു തെളിവുമില്ല. കൃത്യമായി കോടതി വിധിയിൽ അത് പറയുന്നുണ്ടല്ലോ. രണ്ടാമത്തെ കാര്യം, ഈ കൂറുമാറിയ ഭാമയും മറ്റാളുകളും ഒക്കെ കൂറുമാറിയെന്ന് നിങ്ങൾ പറയുമ്പോൾ, നമ്മൾ പോലീസിന് കൊടുക്കുന്ന മൊഴി 161 CRPC പ്രകാരം പോലീസിന് കൊടുക്കുന്ന മൊഴി ഏതെങ്കിലും രീതിയിൽ അഡ്മിസബിൾ ആയിട്ടുള്ള തെളിവല്ല എന്നേ കോടതിയിൽ. അത് പോലീസ് എഴുതിയെടുക്കുന്നതാണ്. ഇപ്പൊ ഒരു ക്രൈം നടന്നു, താങ്കൾ അതിൽ സാക്ഷിയാണ്. അപ്പൊ താങ്കളുടെ മുൻപിൽ പോലീസുകാരൻ ഇരുന്ന് എഴുതുകയാണ്, താങ്കൾ പറയുന്നതാണ് എഴുതേണ്ടത്. ഏതെങ്കിലും ഘട്ടത്തിൽ താങ്കൾക്ക് അവിടെ പോയി നോക്കാൻ പറ്റുമോ? കൃത്യമായിട്ട് അവർ വായിച്ചു കേൾപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവര് അതിൽ കൂട്ടിച്ചേർക്കുകയോ കുറയ്ക്കുകയോ ചെയ്യും, നിങ്ങളെ ഭീഷണിപ്പെടുത്തി എഴുതിപ്പിക്കും. ഈ രീതിയിൽ പറഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നീയും അകത്തു പോവും എന്ന് പറയും. സ്വാഭാവികമായിട്ട് നിങ്ങൾ മൊഴി കൊടുക്കും. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും മഹത്വരമായിട്ട് ഇന്ത്യൻ ജുഡീഷ്യറി തീരുമാനിച്ചത്, പോലീസ് എടുക്കുന്ന ഒരു മൊഴിയും 161 പ്രകാരം എടുക്കുന്ന ഒരു മൊഴിയും തെളിവായി കോടതിയിൽ അഡ്മിസബിൾ അല്ല. നിങ്ങൾ കോടതി മുൻപാകെ
സത്യം മാത്രമേ പറയൂ എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറയുന്ന തെളിവുകൾ മാത്രമാണ് കോടതി തെളിവായി സ്വീകരിക്കുകയുള്ളൂ. ആ രീതിയിലാണ് ഭാമ പറയാത്തത് ഭാമ പറഞ്ഞു എന്ന് പറഞ്ഞ് മേടിക്കുകയും ഭാമയുടെ ഒപ്പ് മാത്രം ഇവിടെ കാണിച്ചു കൊടുത്തിട്ട് ഇതിലെ ഒപ്പിട്ടോളൂ, ഒരു 25 പേജിലെങ്കിലും ഇവിടെ ഒപ്പിട്ടോളൂ എന്ന് പറയും. നമ്മൾ ബാങ്കിലെ ലോണൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഒപ്പിട്ട് കൊടുക്കുന്നത് പോലെ. അപ്പം അങ്ങനെയായിരുന്നെങ്കിൽ പോലീസ് രാജ് ഇവിടെ നടന്നതിനെ, പോലീസ് പറയുന്ന ആരും പ്രതികളായതിനെ കോടതിയുടെ ആവശ്യമേ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ പോലീസ് മൊഴിയാണ് ഇവർ മാറ്റി പറഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ മാറ്റി പറഞ്ഞ ഒരാളെ കോടതി കൃത്യമായിട്ട് ഹോസ്റ്റലായിട്ട് പ്രഖ്യാപിക്കും, കൂറുമാറിയതായി പ്രഖ്യാപിക്കും. അതിനെതിരെ ആർക്കും കേസെടുക്കാൻ പറ്റില്ല. കേസെടുക്കണമെങ്കിൽ ഈ കൂറുമാറാൻ ആരെങ്കിലും സ്വാധീനിച്ചു എന്ന് പറയണം, ഭാമ പറയണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് തെളിവുണ്ടാവണം. ഭാമയ്ക്ക് പരാതി ഉണ്ടാവണം, അല്ലെങ്കിൽ ബിന്ദു പണിക്കർക്ക് പരാതി ഉണ്ടാവണം. ഇവിടെ ബിന്ദു പണിക്കരുടെ മൊഴിയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണെന്നുണ്ടെങ്കിൽ ഏതോ സിനിമയിൽ ചാൻസ് കൊടുത്തു എന്നൊക്കെ പറയുന്നു. പച്ചക്കള്ളമാണ് ഈ പറയുന്നത് എന്ന് ബിന്ദു പണിക്കർ കോടതിയിൽ വെച്ച് വന്ന് പറഞ്ഞു. അങ്ങനെ സിനിമയിലെ ഞാൻ അഭിനയിച്ചിട്ടില്ല, ഇവർ പറയുന്ന ആരോപണം ഉന്നയിച്ച ഒരു സിനിമയിലെ ഞാൻ അഭിനയിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പം അത്തരത്തിൽ എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഫാൻസി നമ്പർ പോലെ ഞങ്ങൾ FIR റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. ഒരു സാക്ഷിയെ പോലും സ്വാധീനിച്ചു ദിലീപ് എന്നുള്ളത് ഇന്ത്യയിലെ ഒരു കോടതിയിലും ഇവർ കേസ് കൊടുത്തു, എല്ലാം തള്ളിപ്പോയി. ഒരു തെളിവെങ്കിലും ദിലീപ് എവിടെയെങ്കിലും നശിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു, മുഴുവൻ കേസുകളും തള്ളിപ്പോയി. എങ്ങനെയാണ് നിങ്ങൾ എന്നിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക തെളിവ് നശിപ്പിച്ചു, സാക്ഷികളെ സ്വാധീനിച്ചു എന്നുള്ളത്? മഞ്ജു വാര്യരുടെ ഒരു മൊഴി പൊട്ടി തകർന്നത് എങ്ങനെയാണെന്നറിയോ കോടതിയിൽ? മഞ്ജു വാര്യർ പറഞ്ഞു തനിക്കൊരു മെസ്സേജ് വരുന്നു, താൻ ദിലീപ് ഇല്ലാത്ത സമയത്ത് താൻ ദിലീപിന്റെ പഴയ ഒരു മൊബൈൽ ഫോൺ വീട്ടിൽ വെച്ച് കാണുകയാണ്. അതിനൊരു ഡേറ്റും എക്സാക്ട് മഞ്ജു വാര്യർ പറയുന്നുണ്ട്. അതിൽ PW179 കാവ്യ മാധവന്റെ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് സെക്ഷലി എക്സ്പ്ലിസിറ്റ്, മീൻസ് ഇവർ തമ്മിലുള്ള വളരെ അടുത്ത ബന്ധമുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവായി മഞ്ജു വാര്യർ കാണുന്നു. അവര് വലിയ ട്രോമയിലേക്ക്, വലിയ ഇതിലേക്ക് മാറുന്നു. ഉടൻ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന CW15 സംയുക്ത വർമ്മ, അതുപോലെ തന്നെ റിമി ടോമി, ഇവരെ ഈ PW1 ഈ പറഞ്ഞിരിക്കുന്ന അതിജീവിത, ഇവരെയൊക്കെ വിളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഗീതു മോഹൻദാസും PW36 35 ഗീതു മോഹൻദാസും സംയുക്ത വർമ്മയും ഇവരെല്ലാം കൂടെ ചേർന്ന് ഈ അതിജീവിതയുടെ വീട്ടിലേക്ക് പോകുന്നു. ഇന്ന ഡേറ്റിന് ആണ് പോകുന്നതെന്ന് പറയുന്നു. ആ ഡേറ്റിന് പോയപ്പോൾ അവളോട് പറഞ്ഞു നീ എല്ലാ കാര്യങ്ങളും പറയണമെന്ന്. പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞു എനിക്ക് അത്ര കാര്യങ്ങളൊന്നും അറിയില്ല. ഷി വാസ് റിലക്ടന്റ്. അവർ പറയാൻ തയ്യാറായില്ല. ആ സമയത്ത് വീട്ടിൽ വെച്ചാണ് അച്ഛനും അമ്മയും ഉണ്ട് ഈ അതിജീവിതയുടെ. അവിടെ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അതിജീവിതയുടെ അച്ഛൻ വന്ന് പറഞ്ഞു, മോളെ നിങ്ങൾക്ക് അറിയാവുന്ന മുഴുവൻ കാര്യങ്ങളും പറയൂ എന്ന് പറഞ്ഞു. അത്തരത്തിൽ മുഴുവൻ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തതിനു ശേഷം മഞ്ജു വാര്യർ വലിയ ട്രോമയിലേക്ക് മാറി. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന CW15 വീട്ടിലേക്ക് വന്ന് അവിടെയാണെന്ന് താമസിച്ചിട്ടുള്ളത് എന്ന് തുടങ്ങുന്ന മൊഴികളാണ് കൃത്യമായി വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഈ കാര്യം, ഈ മെസ്സേജ് കണ്ട ഉടനെ ഈ അക്യൂഷൻ നമ്പർ 8 ദിലീപിനെ മഞ്ജു വാര്യർ വിളിക്കുന്നുണ്ട്, ഫോൺ എടുക്കുന്നില്ല. പിന്നെ ഫോൺ എടുത്തപ്പോൾ ചോദിച്ചു ഇങ്ങനെ ഒരു മെസ്സേജ് കണ്ടല്ലോ, ഇത് എന്താണ് കാര്യം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് ഒന്നുമില്ല, നീ തെറ്റിദ്ധരിച്ചാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഉടൻ ഈ പറയുന്ന 179 കാവ്യ മാധവനെ മഞ്ജു വാര്യർ വിളിക്കുന്നു. അവർ ആദ്യം ഫോൺ എടുക്കുന്നില്ല, പിന്നീട് ഫോൺ എടുത്തിട്ട് അത് നിഷേധിക്കുന്നു. ഇവരെല്ലാം ഈ നിഷേധിച്ചതിന് ശേഷം ഉടൻ PW250 കാവ്യ മാധവന്റെ അമ്മയെ വിളിക്കുന്നു മഞ്ജു വാര്യർ. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് ദിലീപ് കുറ്റവിമുക്തനായി, അതുപോലെ തന്നെ ഈ പറയുന്ന 6 പ്രതികൾക്ക് എന്തുകൊണ്ട് 20 വർഷം എന്ന തടവിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയത് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമനിയാണ്. താങ്ക് യു.